ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കസ്റ്റം വണ്ണിയായിട്ടാണ്. ഓപ്പോസിറ്റ് ഒരു BL ജോൺ എന്നുള്ള ഒരു പ്ലെയറാണ്. അത്യാവശ്യം നല്ല സ്കിൽഡ് പ്ലെയറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ഡെസേർട്ട് ഈഗിൾ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ പെടേ അപ്പോൾ ഗായ്സ്, അവനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരടി എടുത്തു, അത് കയറിയില്ല. വീണ്ടും കൊടുത്തു. ഇവന് ഇന്നത്തെ ബോഡി കണ്ടിട്ട് ഇവിടെ. അപ്പോൾ രണ്ടാമത് പെട്ടെന്ന് ഹെഡ് ഷോട്ടും കാര്യങ്ങളും തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗൂവാട്ടനെ കവട്ടോ, അല്ലെങ്കിൽ അവനെ നല്ല ഭംഗിന്ന് അടിച്ചാലോ. അപ്പോൾ ആ സ്നൈപ്പറാണ് എടുത്തേക്കണേ. ഇവനെന്തിനാ സ്നൈപ്പർ? അവൻ നന്നായിട്ട് തന്നെ കളിക്കാൻ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മൂവ്മെൻ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് അടുത്ത ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി തേർഡ് റൗണ്ടാണ്. നമുക്ക് സ്നൈപ്പർ MP40 ആണ് അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേക്കണത്. അത് നമ്മൾ നൈസായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഡെസേർട്ടിൽ നിന്ന് നന്നായിട്ട് കളിക്കാൻ പറ്റാം. ഇങ്ങനെയായതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചെന്ന് കളിക്കണത് ഒരു ചെറിയ സ്വഭാവം ചെക്കൻ. പക്ഷെ അത്യാവശ്യം നല്ലൊരു സ്കിൽഡ് പ്ലെയറാണ്. അവനാ സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഒരു എടുത്ത് അവനൊക്കെ തന്നെ ബ്ലൂവായിട്ട് കവറിട്ടുണ്ട്. നമ്മൾ റഷ് ചെയ്ത് കയറാനുണ്ട്. എനിക്ക് അത്യാവശ്യം ലാഗും കേട്ടോ. അതാണ് ഇങ്ങനെ സ്റ്റക്കാവാൻ മതി. അതായത് ഇപ്പോഴും സ്നൈപ്പറൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അവന് അത്യാവശ്യം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടുണ്ട്. അവനിപ്പോൾ മറ്റേ എക്സാം ക്യാരക്ടർ ഇട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് ഹെഡ് ഷൂട്ട് അടിക്കാന്ന് വെച്ചാൽ കാര്യമൊന്നുണ്ടാവില്ല. ഒന്നും കയറണില്ലല്ലോടാ. നമുക്ക് ടാറ്റിക്സ് യൂസ് ചെയ്യാം. കറങ്ങി വരാം. ഗാസിന് നമുക്ക് ഇങ്ങനെ കവർ എടുത്ത് കളിക്കാം. അതാണ് കുറച്ചും കൂടി സേഫ്. ഫേക്ക് ഇവനാണെങ്കിൽ അതിന് വാളിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുക. അടിച്ചിട്ടാണെങ്കിൽ ഒന്നും കയറണില്ല. ഇയാളാ നമ്മളോട് വാളുന്ന അധികം ഇടാറില്ല. ചാടി ഇന്നത്തെ ബോഡി ഉള്ളതുകൊണ്ട് വല്ലാത്ത പ്രശ്നം. അപ്പോൾ വീണ്ടും ആ ക്യാരക്ടറിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ തന്നെ അവൻ യൂസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഈ സമയത്ത് അടിച്ചിട്ടില്ല കാര്യമൊന്നുമില്ല. എനിക്കാണെങ്കിൽ 13 HP ഇല്ല. അപ്പോൾ സോണാണെങ്കിൽ നേരിട്ട് ചെറുതായാണ്. അപ്പം എന്തായാലും അയ്യോ ഓടാ ഞാൻ ജയിച്ച്. എനിക്ക് പോയിന്റ് കിട്ടി. അപ്പോൾ തേർഡ് റൗണ്ട് നമുക്ക് പോയിന്റ് ഗരീന് ഇട്ടുന്നതുകൊണ്ട് ഫോർത്ത് റൗണ്ടാണ്.
ഓപ്പോസിറ്റ് അത്യാവശ്യം നല്ല പ്ലെയറാണ് അവൻ. അവന് നന്നായിട്ട് കളിക്കുന്നതാണ്. ഇപ്പം അവൻ അധികം നന്നായിട്ട് കളിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ കസ്റ്റം വെച്ചുകൂടി ഒന്നും ശരിയല്ല. അവൻ അൺഇൻസ്റ്റാൾ ചെയ്തിപ്പോൾ കയറ്റുള്ളൂ. അതാണ് അവന് അധികം നന്നായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവനപ്പോഴും മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടുണ്ട്. അതായത് അപ്പം നമ്മൾ നൈസായിട്ട് ഗ്ലൂ വാൾ അങ്ങോട്ട് എടുക്കാൻ മറന്നുകൊണ്ട് അതാണ് MP5 ഉള്ളത്. നമ്മൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ സിറ്റപ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അവന് മനസ്സിലായിട്ട് അപ്പോൾ നമ്മുടെ നോക്കിയ പോക്കറ്റ് മാർക്കറ്റിംഗ് ഇല്ലേ, അതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് ഇങ്ങനെ അടിക്കാൻ പോണവരെ അവനെ കാണിച്ചിട്ടുണ്ട്. അവൻ അടിച്ചോന്ന് ഒരിതായിട്ട് അടിച്ച് തുടങ്ങിക്കോന്നൊരിതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് നമ്മുടെ ആവശ്യം മനസ്സിലായിട്ടുണ്ട്. കണ്ടാ ചെക്കൻ നമ്മുടെ ഫ്രണ്ടാണ്. അവനപ്പോൾ ഗ്ലൂ വാളും കാര്യങ്ങളും തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഗ്ലൂ വാളിൻ്റെ ഇടയിൽ കൂടെ വന്നപ്പോൾ തന്നെ ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊടുത്ത് അങ്ങനെ 4th റൗണ്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇനി 5th റൗണ്ടാണ്. റൗണ്ട് അവൻ ജയിക്കോ ഇല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഇവൻ അത്യാവശ്യം നല്ല പ്ലെയറായതുകൊണ്ട് സ്റ്റാലി ഫ്രണ്ടിൽ തന്നെ ഒരു ഗ്ലൂ വാൾട്ടുണ്ട്. അപ്പോൾ അവൻ ഇതിൽ കൂടെ ഓടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ടാറ്റിക്സ് കാണിക്കണം. നമ്മൾ അപ്പം കറങ്ങിപ്പോണം. അപ്പോൾ അവനും ആ ടാറ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തു. പക്ഷേ നമ്മളൊരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കൊടുത്തുകൊണ്ട് നമുക്ക് ഡ്രോപ്പിന് ട്രോഗം കിട്ടി. അത് നമ്മൾ അപ്പം തന്നെ റിമൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ 5th റൗണ്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇനി 6th റൗണ്ടാണ്. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സേഫ്റ്റി ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. 10ൻ്റെ റെഡിങ് കോഡാണ് ഞാൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് സ്പിൻ ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ്. അയാൾക്ക് 10ൻ്റെ റെഡിങ് കോഡ് എങ്ങനെയാണെങ്കിലും എടുത്താൽ 10ൻ്റെ റെഡിങ് കോഡ് അങ്ങനെ അയാളുടെ ഫോൺ നമ്പറിലേക്ക് അയച്ചു തരുന്നതാണ്. മാക്സിമം നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിടാൻ നോക്കാം. അഥവാ ഇൻസ്റ്റ അങ്ങനത്തെ എന്തായാലും മതി മെസ്സേജ് ചെയ്യാൻ പറ്റണത്. ഞാൻ അയച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്, ഈ വീഡിയോയുടെ അടിയിലാണ് കമൻറ്റ് ഇടുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തിരഞ്ഞെടുപ്പായിരിക്കും. ആ ഫ്രണ്ട്സ്, ഇവനാണെങ്കിൽ ഭയങ്കര മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പം അടിക്കാൻ പറ്റുള്ള ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ചാടി ഓടാൻ എന്തത് എനിക്ക് അത്യാവശ്യം ഡാമേജും തന്നെ ഉണ്ട്. മറ്റേ പക്ഷേ ഷീൽഡ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് അധികം കിട്ടാനുള്ള ഡാമേജ്. എൻ്റെ ഒരു എക്സമേറ്റൊക്കെ കണ്ടിരിക്കണേ. ഓ നാളപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവൻ ഓപ്പണിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അടിക്കാൻ ശ്രമിക്കാം. ചാടിന് നമ്മൾ അടിക്കാൻ നമുക്ക് തക്കത്തിൽ തന്നെ അവൻ ഗ്ലൂ ആയിട്ടുണ്ട്. അവനറിയാം എൻ്റെ കളി. അപ്പോൾ ലാസ്റ്റ് സോണുണ്ട്. ഇപ്പോൾ തന്നെ സോൺ ഇവിടെ ചെറുതാനാണ്. പക്ഷേ അടിക്കലിങ് നേരത്തെ പോലെ അവൻ ഗ്ലൂ ആൾ ട്രാപ്പായിരുന്നു. അവനാണെങ്കിൽ ബോൺ ഫയറും കാര്യങ്ങളും തന്നെ ഇട്ടേക്കണ്. എനിക്കറിയൊന്നുമില്ല. പക്ഷേ അപ്പോൾ ഗായ്സ് അവൻ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്.
അങ്ങനെ 6th റൗണ്ട് നമുക്ക് ഗരീന വീണ്ടും ഇട്ട് തന്നുണ്ട്. ഗരീന എന്താടേ ഇല്ലാത്തവർക്ക് കൊടുക്കാതെ ഉള്ളവർക്ക് തന്നെ എന്താ അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ വേണ്ടത് അത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റിൽ കൂടെ പറയാം. അടുത്ത മിസ്റ്ററി ഷോപ്പ് എടുക്കണമെങ്കിൽ അത് പറയാം. നിങ്ങൾ പറയണ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നമ്മൾ ആ വെസ്റ്റ് എടുക്കാൻ നോക്കി. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് ഈ വെസ്റ്റ്. 6th റൗണ്ട് ഒരു റൗണ്ടും കൂടെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കളി ജയിച്ചുകൊണ്ട് എന്തെങ്കിലും ബാക്ക് അടിച്ച ഇതില്ല ഒരുപാട് ഉണ്ട്. ഞാൻ വെച്ച് ബോട്ടാണ് നമ്മൾ M80 എക്സാം കിട്ടിയത്. അത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓടാ തല പൊളിഞ്ഞോണ്ടല്ലോ എന്തത്. നമ്മ സൂപ്പർ മെഡും കാര്യങ്ങളും തന്നെ അടിച്ചോണ്ട് ഈ അവൻ വീണ്ടും വിളിക്കും. ഞാൻ പറഞ്ഞില്ല അവൻ ചിലപ്പോൾ ഈ കളി തൊട്ട് പിടിക്കാനായിരിക്കും. മൂവ്മെൻറ്റുകളാകുമ്പോൾ കണ്ടവൻ അവനെങ്കിൽ ഊവാളിക്കിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നു. അങ്ങനൊക്കെ ചാടുമ്പോൾ തന്നെ നമ്മൾ ഹെഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആട്ടാ എന്തത് ഇനിയും ഉണ്ടോ റൗണ്ട്? 7 റൗണ്ടല്ലേ? 8 റൗണ്ടോ? കുഴപ്പമില്ല. അപ്പോൾ ചേർക്കാൻ ഇത് തൊട്ട് പിടിക്കാനായിരിക്കും. ഇവനായതുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഈ വഴിയോടെ നേരെ പോകണ്ട, കുറച്ച് വളഞ്ഞു പോകാം. നമുക്ക് മറ്റേ സംഭവം കിട്ടിയിട്ടാ, മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ അതെങ്ങനെ ഇട്ടാണ് അതിടണ്ട. അപ്പം അവൻ 360 ഡിഗ്രി ഗ്ലൂ വാൾക്ക് ഇട്ടിട്ടുണ്ടവൻ. എന്താണ് എനിക്കങ്ങനെ സെറ്റിങ്സ് ശരിയാക്കാൻ തോന്നുന്നു. അപ്പോൾ ഇറങ്ങിയുണ്ട്. ഇറങ്ങിയ വഴി തന്നെ നമ്മൾ ഹെഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് അപ്പോൾ വ്യൂ അടിച്ചുകൊണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.